വെൽക്കം ടു ഹീലിംഗ് ത്രൂ ടാരോട്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് ചോദിച്ച് നമ്മൾ ഒരു കാർഡ് എടുക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ചാലഞ്ചസ്, നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് എന്താണെന്ന് നോക്കി നമ്മൾ 3 കാർഡ് എടുക്കുകയാണ്. ആ ഓരോ കാർഡ് റിവീൽ ചെയ്ത് നോക്കാം. നിങ്ങളുടെ കറണ്ട് എനർജി 8 ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ചാലഞ്ചസ് ദ മജീഷ്യൻ ആണ് വന്നിരിക്കുന്നത്. അടുത്തത് ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഗൈഡൻസ്, നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടേതായ ഒരു കാഴ്ചപ്പാടിലാണ് നിങ്ങൾ എല്ലാത്തിനെയും കാണുന്നത്. നിങ്ങൾക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ആ ചിന്താഗതിയിൽ നിന്നുമൊക്കെ വെളിയിൽ വരാൻ സാധിക്കുമെങ്കിലും നിങ്ങൾ അതിന് തയ്യാറാകുന്നില്ല. നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു പേടിയാണ്, ദേഷ്യമാണ്, ആരും പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അത് അത്ര വലിയ പ്രശ്നമല്ല. പക്ഷെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ചിന്ത കാരണം നിങ്ങൾ ആ ചിന്തയിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ചലഞ്ചസ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കേണ്ട ചലഞ്ചസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ മുന്നിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതിനെ ശ്രദ്ധിക്കാതെ പോകരുത്. കാരണം അതിനുള്ള റിസോഴ്സസ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ട്, നിങ്ങൾക്ക് കഴിവുകളുണ്ട് മുന്നോട്ട് പോകാൻ. പക്ഷെങ്കിൽ നിങ്ങളതിനെ ഫസ്റ്റ് കാർഡിൽ കാണിച്ചേക്കുന്നത് കറണ്ട് സിറ്റുവേഷൻ നിങ്ങളതിനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വന്ന ചലഞ്ചസ് എന്ന് പറയുന്നത് വരുന്ന സിറ്റുവേഷൻസിനെ കണ്ടില്ല എന്ന് നടിക്കാതിരിക്കുക, അതിനെ യൂസ് ചെയ്യുക. അതിന് വേണ്ടുന്ന റിസോഴ്സസും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്, നിങ്ങൾക്കതിൻ്റെ കോൺഫിഡൻസ് ഉണ്ട്, ചെയ്തു തീർക്കാനുള്ള കഴിവുകളുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ അതിനെ ശ്രദ്ധിക്കാതെ പോകരുത്. അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. എന്ത് വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിനെയെല്ലാം ഫേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടുന്നത്. അല്ലാതെ നമ്മളതിന് വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സക്സസ്സിലെത്താൻ സാധിക്കുന്നതല്ല. അതിനെ കണ്ടില്ല എന്ന് നടിക്കരുത്. എന്ത് പ്രയാസങ്ങളാണെങ്കിലും അതിനെയൊക്കെ നല്ലതുപോലെ നോക്കിക്കണ്ട് മുന്നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സക്സസ്സിലെത്താൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ വെല്ലുവിളികളെയെല്ലാം അക്സെപ്റ്റ് ചെയ്യുക, വരുന്നതിനെയെല്ലാം ഫേസ് ചെയ്ത് അതിനെ എല്ലാം ഒരു ജീവിത ലക്ഷ്യത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് ഗൈഡൻസ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ വളരെ സ്നേഹമുള്ള വ്യക്തികളും മറ്റുള്ളവരെയൊക്കെ കരുതുന്നവരുമാണ്. ആ സ്നേഹം വെച്ച് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ കീഴടക്കാൻ സാധിക്കുകയും മറ്റുള്ളവരെ മനസ്സിലാക്കാനും സാധിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളുടെ ആ സ്നേഹവും നിങ്ങളുടെ ഈ മനസ്സിൻ്റെ ചിന്തകളും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കഴിവും വെച്ചിട്ട് ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സ്നേഹം എല്ലായിടത്തും ഉള്ളപ്പോഴും മറ്റുള്ളവരോട് കാണിക്കുമ്പോഴും നിങ്ങളെയും സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് സക്സസ്ഫുള്ളായിട്ട് നിങ്ങളെ എത്തിക്കുന്നതാണ്. ഇത് റെസണേറ്റ് ആകുന്നവർ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ബ്ലെസ്ഡ്.